പണവും പ്രശസ്തിയും ഉണ്ടെങ്കിൽ ആരോടും എന്തും പറയാമെന്ന് കരുതുന്നവരുണ്ട്. സ്ത്രീവിരുദ്ധ പരാമർശം നടത്തിയാലും അധിക്ഷേപിച്ചാലും ഈ നാട്ടിലെ നീതിയും നിയമവും തങ്ങൾക്ക് ബാധകമല്ലെന്നാണ് ഇക്കൂട്ടരുടെ വിചാരം. ചില മഹാന്മാർ ചാനൽ ഷോയ്ക്കിടെ എത്ര വൃത്തികെട്ട പരാമർശം നടത്തിയാലും ചിരിച്ചുകൊണ്ട് അതിനോട് പ്രതികരിക്കേണ്ടി വരുന്നത് യുവതികളുടെ നിസ്സഹായാവസ്ഥയാണ്. സ്വന്തം ജ്വല്ലറിയുടെ ഉദ്ഘാടന ചടങ്ങിനിടെ നടി ഹണി റോസിനെ കുന്തി ദേവിയോട് ഉപമിച്ച ബോബി ചെമ്മണ്ണൂരിൻ്റെ പരാമർശം പണത്തിൻ്റെ ഹുങ്കായിരുന്നില്ലേ? ബോച്ചയുടെ പണത്തിൻ്റെ ഹുങ്ക് ജയിക്കുമോ, അതോ ഹണി റോസിൻ്റെ നിയമ പോരാട്ടം വിജയിക്കുമോ? ഹണി റോസിനെ അധിക്ഷേപിച്ചവരിൽ ഇനി ആരൊക്കെ കുടുങ്ങും? വിശദമായി പരിശോധിക്കുകയാണ് പോലീസ് പട്രോൾ. സ്വാഗതം. ഹണി റോസ് എന്ന പേര് മലയാളികൾ കേൾക്കാൻ തുടങ്ങിയിട്ട് വർഷം കുറേയായി. ഒട്ടേറെ സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ടെങ്കിലും ഉദ്ഘാടന വേദികളിലെ താരപരിവേഷമാണ് അവരെ വേറിട്ട് നിർത്തിയത്. എന്നാൽ വസ്ത്രധാരണ രീതിയും ശരീരഭാഷയും കാരണം പല രീതിയിൽ സൈബർ ആക്രമണത്തിന് ഇരയാകുന്നുണ്ട്. ഇങ്ങനെ വേട്ടയാടാനും അധിക്ഷേപിക്കാനും ഹണി റോസ് ചെയ്ത തെറ്റെന്താണ്? ഹണി റോസിനെതിരായ വ്യവസായി ബോബി ചെമ്മണ്ണൂരിൻ്റെ പരാമർശം ദ്വയാർത്ഥത്തോടെയാണെന്ന് തുറന്നു പറയേണ്ടി വരും. അതിനെ ന്യായീകരിക്കാൻ വീണ്ടും അധിക്ഷേപങ്ങൾ. ഒടുവിൽ ഹണി റോസിൻ്റെ പരാതിയിൽ ബോബി ചെമ്മണ്ണൂരിനെതിരെ പോലീസ് കേസെടുത്തിരിക്കുന്നു. ഹണി റോസിനെ അധിക്ഷേപിച്ചവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കാനാണ് പോലീസിൻ്റെ തീരുമാനം. പ്രമുഖ വ്യവസായി ബോബി ചെമ്മണ്ണൂർ നടത്തിയ അശ്ലീല അധിക്ഷേപങ്ങൾക്കെതിരെ നടി ഹണി റോസ് നൽകിയ പരാതിയിലാണ് എറണാകുളം സെൻട്രൽ പോലീസ് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തത്. നടി തന്നെയാണ് ഇക്കാര്യം സമൂഹമാധ്യമം വഴി വെളിപ്പെടുത്തിയത്. സമൂഹമാധ്യമങ്ങളിലൂടെ ലൈംഗിക ചുവയോടെ തുടർച്ചയായി തന്നെ അധിക്ഷേപിച്ചതിനാണ് ബോബി ചെമ്മണ്ണൂരിനെതിരെ പരാതി നൽകിയതെന്ന് ഹണി റോസ് വ്യക്തമാക്കി. താങ്കളുടെ മാനസിക നിലയുള്ള കൂട്ടാളികൾക്കെതിരെ പരാതികൾ പിന്നാലെ ഉണ്ടാകുമെന്നും താങ്കൾ പണത്തിൻ്റെ ഹുങ്കിൽ വിശ്വസിക്കൂ, താൻ ഭാരതത്തിൻ്റെ നിയമവ്യവസ്ഥയുടെ ശക്തിയിൽ വിശ്വസിക്കുന്നു എന്നും ഹണി റോസ് ഫേസ്ബുക്കിൽ കുറിച്ചു. പരാതിക്കാരി എന്ന നിലയിൽ തൻ്റെ പേര് മറച്ചുവെക്കരുതെന്നും നടി ആവശ്യപ്പെട്ടു. കേസിൽ ഉടൻ തന്നെ തുടർ നടപടികൾ ഉണ്ടായേക്കും. ലൈംഗിക ചുവയോടെയുള്ള അശ്ലീല സംഭാഷണത്തിനെതിരായ വകുപ്പും IT ആക്ടും ബോബി ചെമ്മണ്ണൂരിനെതിരെ ചുമത്തിയിട്ടുണ്ട്. നേരത്തെ രജിസ്റ്റർ ചെയ്ത സൈബർ അധിക്ഷേപ കേസിൽ ഫേസ്ബുക്കിൽ നിന്ന് കൊച്ചി പോലീസ് വിവരങ്ങൾ തേടി. ഈ പരാതിയിൽ നടിയുടെ മൊഴി എടുത്തിരുന്നു. കഴിഞ്ഞ ദിവസം വൈകിട്ട് എറണാകുളം സെൻട്രൽ സ്റ്റേഷനിൽ നേരിട്ടെത്തിയാണ് ഹണി റോസ് മൊഴി നൽകിയത്. ഇൻസ്റ്റഗ്രാമിലടക്കം തനിക്കെതിരെ വന്ന അധിക്ഷേപ കമൻറ്റുകളുടെ സ്ക്രീൻഷോട്ടും അവർ പോലീസിന് കൈമാറിയിരുന്നു. അശ്ലീല കമൻറ്റിട്ട 20 പേരെ തിരിച്ചറിഞ്ഞെന്നും നടപടി തുടരുമെന്നും കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ പ്രതികരിച്ചു. അവരുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ നമ്മൾ കേസ് എടുത്തിട്ടുണ്ട്. അതിനകത്ത് 30ഓളം ആൾക്കാരാണ് ഇങ്ങനെ ഒരു തെറ്റായ രീതിയിലുള്ള കമൻറ്റ് ഇട്ടത്. ഒരാളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ബാക്കി 20ഓളം ആൾക്കാരെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞു. നടപടി അവരിലേക്ക് ഉണ്ടാവും. ഓഗസ്റ്റ് 7-ന് ബോബി ചെമ്മണ്ണൂരിൻ്റെ കണ്ണൂർ ആലക്കോട് ജ്വല്ലറി ഉദ്ഘാടനത്തിന് ക്ഷണിച്ചപ്പോൾ നേരിട്ട ലൈംഗിക അതിക്രമങ്ങളും അതിനുശേഷവും പല വേദികളിലും താൻ നേരിട്ട ബുദ്ധിമുട്ടുകളും നടി പരാതിയിൽ പറഞ്ഞിട്ടുണ്ട്. 2 ദിവസം മുമ്പാണ് സ്ത്രീത്വത്തെ അപമാനിക്കുന്ന തരത്തിലുള്ള ദ്വയാർത്ഥ പ്രയോഗങ്ങൾ നടത്തി സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ തന്നെ പരിഹസിക്കുന്നവർക്ക് മുന്നറിയിപ്പുമായി ഹണി റോസ് രംഗത്തെത്തിയത്. നടിയുടെ പോസ്റ്റിന് താഴെ പുതുതായി അധിക്ഷേപ കമൻറ്റിട്ടാൽ സ്വമേധയാ കേസെടുക്കാനാണ് പോലീസിൻ്റെ തീരുമാനം. നടിയുടെ സാമൂഹ്യ മാധ്യമ അക്കൗണ്ടുകൾ പോലീസ് നിരീക്ഷണത്തിലാണ്. വ്യാജ ഐഡികളാണെങ്കിലും ലൊക്കേഷൻ കണ്ടെത്തി പ്രതികളെ പിടികൂടാനാണ് പോലീസിൻ്റെ തീരുമാനം. 30 പേർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തതിന് പിന്നാലെ അശ്ലീല കമൻറ്റിട്ടതിൽ എറണാകുളം കുമ്പളം സ്വദേശി അറസ്റ്റിലായിരുന്നു. ന്യൂസ് 18 കൊച്ചി. കണ്ണൂർ കണ്ണപുരത്ത് ഏറെ കോളിളക്കമുണ്ടാക്കിയ സംഭവമായിരുന്നു ചുണ്ടയിൽ റിജിത്ത് കൊലക്കേസ്. ക്ഷേത്രത്തിൽ ശാഖ തുടങ്ങുന്നതുമായി ബന്ധപ്പെട്ട തർക്കമാണ് CPM പ്രവർത്തകനായിരുന്ന റിജിത്തിൻ്റെ കൊലപാതകത്തിൽ കലാശിച്ചത്. 2005 ഒക്ടോബർ 3 നടന്ന സംഭവത്തിൽ
19 വർഷത്തിന് ശേഷം ശിക്ഷാവിധി വന്നിരിക്കുന്നു. കേസിൽ മുഴുവൻ പ്രതികൾക്കും ജീവപര്യന്തമാണ് ശിക്ഷ. പ്രതികൾ 1 ലക്ഷം രൂപ വീതം പിഴയടക്കണമെന്നും തലശ്ശേരി അഡീഷണൽ സെഷൻസ് കോടതിയുടെ വിധിയിലുണ്ട്. പ്രതികൾക്ക് വധശിക്ഷയാണ് പ്രതീക്ഷിച്ചതെന്ന് റിജിത്തിന്റെ കുടുംബം പ്രതികരിച്ചു. ഒക്ടോബർ 3 നടന്ന കൊലപാതകത്തിൽ 19 വർഷത്തിന് ശേഷമാണ് ശിക്ഷാവിധി. എല്ലാ പ്രതികൾക്കും ജീവപര്യന്തവും 1 ലക്ഷം രൂപ വീതം പിഴയും. ആകെ 10 പ്രതികളാണ് കേസിൽ ഉൾപ്പെട്ടിരുന്നത്. ഇതിൽ ഒരാൾ വാഹനാപകടത്തിൽ കൊല്ലപ്പെട്ടിരുന്നു. കേസുമായി ബന്ധപ്പെട്ട് 22 സാക്ഷികളെ കോടതി വിസ്തരിച്ചു. 59 രേഖകളും 50 തൊണ്ടി മുതലും പരിശോധിച്ചു. വിധി വന്നപ്പോൾ നോക്കിക്കാണുന്നത് കുറച്ച് കാലതാമസം ഉണ്ടായി എന്നുള്ളത് കാണുന്നുണ്ട്, പ്രയാസം ഉണ്ട്. പക്ഷേ അത് ഏതെങ്കിലും ഒരു സംവിധാനത്തിൻ്റെ ഭാഗത്തു നിന്നുള്ളൊരു വശകായിട്ടൊന്നും കാണുന്നില്ല. വളരെ സന്തോഷം, വളരെ തൃപ്തികരമായിട്ടുള്ളൊരു വിധിയായിട്ടാണ് നമ്മളിതിനെ കാണുന്നത്. റിജിത്ത് അടക്കമുള്ള 5 സംഘത്തെ നടന്നു പോകുന്നതിനിടെ RSS പ്രവർത്തകർ പതിയിരുന്ന് ആക്രമിച്ചുവെന്നായിരുന്നു കേസ്. ഗുരുതരമായി പരിക്കേറ്റ റിജിത്ത് കൊല്ലപ്പെട്ടു. കൂടെയുണ്ടായിരുന്ന മറ്റു പ്രവർത്തകർക്കും പരിക്കേറ്റു. പ്രതികൾക്ക് വധശിക്ഷയാണ് പ്രതീക്ഷിച്ചിരുന്നതെന്നാണ് കുടുംബത്തിന്റെ പ്രതികരണം. വധശിക്ഷ തന്നെ ഒരിക്കലും അവർ പുറത്തു വരാൻ പാടില്ല. അവിടെ നിന്ന് അവരുടെ ജീവിതം തീരണം. അതാണ് എനിക്ക് വേണ്ടത്. എൻ്റെ കണ്ണിൽ നിന്ന് ഒഴുകിയ വെള്ളത്തിന് എൻ്റെ മനസ്സിൻ്റെ തകർച്ച എല്ലാ അമ്മമാർക്കും അനുഭവിക്കാൻ ഇടവരട്ടെ. ഇതിനു വേണ്ടിയിട്ട് ഒരു രാഷ്ട്രീയ പാർട്ടിക്കാരും കൊലക്കത്തിയെടുക്കാനും പാടില്ല, കൊല ചെയ്യാനും പാടില്ല. എന്നാൽ CPM നൽകിയ ലിസ്റ്റ് പ്രകാരം അന്വേഷണ സംഘം പ്രതികളെ കുടിക്കിയതെന്നാണ് BJPയുടെ ആരോപണം. അന്ന് CPMന്റെ ആളുകൾ കൊടുക്കുന്ന ലിസ്റ്റിനനുസരിച്ച് പ്രവർത്തകർ പ്രതിയാക്കുന്ന രീതിയായിരുന്നു അന്ന് കണ്ണൂർ ജില്ലയിലെ പോലീസിനെ സംബന്ധിക്കുന്നത്. CPM 5 വർഷക്കാലം മാറി മാറി ഭരിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ പോലീസിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നിരപരാധികളായ ആളുകളെ പേരിലാണ് കേസ് കെട്ടിച്ചമച്ചിരിക്കുന്നത്. പ്രതികളെല്ലാവരും കുറ്റക്കാരായി കഴിഞ്ഞ ദിവസം കോടതി കണ്ടെത്തിയിരുന്നു. പെരിയ കേസിന് പിന്നാലെയാണ് മറ്റൊരു രാഷ്ട്രീയ കൊലപാതക കേസിലും വിധി വരുന്നത്. ന്യൂസ് 18 കണ്ണൂർ. സ്ത്രീകളെ പൊതുസ്ഥലത്ത് വെച്ച് ശല്യം ചെയ്യുകയും അധിക്ഷേപിക്കുകയും ചെയ്യുന്ന മനോരോഗികൾ നമ്മുടെ നാട്ടിൽ നിരവധിയുണ്ട്. ബസ്സിൽ യാത്ര ചെയ്യുമ്പോഴാണ് ഇവരുടെ ഞരമ്പ് രോഗം പുറത്തു വരുന്നത്. കോഴിക്കോട് ട്രാൻസ്പോർട്ട് ബസ്സിൽ യുവതിക്ക് നേരെ ലൈംഗികാതിക്രമമുണ്ടായ സംഭവം ഒറ്റപ്പെട്ടതല്ല. കർണാടക RTC ബസ്സിൽ വെച്ച് കോട്ടയം സ്വദേശിനിയായ പെൺകുട്ടിയാണ് അതിക്രമത്തിന് ഇരയായത്. കേസിൽ മലപ്പുറം ഈശ്വരമംഗലം സ്വദേശി മുസ്തഫ കോഴിക്കോട് പോലീസിന്റെ പിടിയിലായി. പെൺകുട്ടി ബഹളം വെച്ചതിനെ തുടർന്ന് മറ്റു യാത്രക്കാരും ബസ് ജീവനക്കാരും ചേർന്ന് പ്രതിയെ തടഞ്ഞു വയ്ക്കുകയായിരുന്നു. എറണാകുളത്ത് നിന്ന് കോഴിക്കോട് വഴി കർണാടകയിലെ ഹാസനിലേക്ക് പോവുകയായിരുന്ന ബസ്സിൽ പുലർച്ചെയാണ് സംഭവം. എടപ്പാളിൽ നിന്നാണ് പ്രതി മുസ്തഫ ബസ്സിൽ കയറിയത്. അപ്പോൾ മുതൽ പ്രതി പെൺകുട്ടിയെ ശല്യം ചെയ്തു. ബസ് കോഴിക്കോടെത്തിയപ്പോൾ പെൺകുട്ടി ബഹളം വെച്ചു. തുടർന്ന് ജീവനക്കാരും യാത്രക്കാരും ചേർന്ന് പ്രതിയെ തടഞ്ഞുവെച്ചു. ബസ് നടക്കാവ് പോലീസ് സ്റ്റേഷനിലെത്തിച്ച് പ്രതിയെ പോലീസിന് കൈമാറി. പെൺകുട്ടിയുടെ പരാതിയിൽ മുസ്തഫയ്ക്കെതിരെ പോലീസ് കേസെടുത്തു. ബസ്സിൽ യാത്ര തുടർന്ന പെൺകുട്ടിയുടെ മൊഴി പോലീസ് ഫോണിലൂടെയാണ് രേഖപ്പെടുത്തിയത്. പ്രതിക്ക് ക്രിമിനൽ പശ്ചാത്തലമുണ്ടോ എന്ന് പരിശോധിച്ചു വരികയാണ്. ന്യൂസ് 18 കോഴിക്കോട്. സ്വന്തം മക്കളെ പോലും കാമക്കണ്ണുകളോടെ നോക്കുന്നവർ എത്രയോ വെറുക്കപ്പെട്ട ജന്മങ്ങളാണ്. ഇങ്ങനെയുള്ളവരെ വെളിച്ചം കാണാൻ പോലും അനുവദിക്കരുത്. കണ്ണൂർ തളിപ്പറമ്പിൽ 13 വയസ്സുള്ള മകളെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയ കേസിൽ പിതാവിനെ മരണം വരെയും തടവിന് ശിക്ഷിച്ചിരിക്കുന്നു. പ്രതിയായ 46-കാരനെ 2 വകുപ്പുകളിലായാണ് മരണം വരെയും തടവിന് ശിക്ഷിച്ചത്. മറ്റൊരു വകുപ്പിൽ 47 വർഷം തടവും 15 ലക്ഷം രൂപ പിഴയും വിധിച്ചിട്ടുണ്ട്. നേരത്തെ ജാമ്യത്തിലിറങ്ങി വിദേശത്തേക്ക് കടന്ന പ്രതി
നാട്ടിലെത്തിയപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കുകയായിരുന്നു. രണ്ടായിരത്തി 19 കേസിനാസ്പദമായ സംഭവം. വർഷങ്ങളായി വിദേശത്ത് ജോലി ചെയ്തിരുന്ന പ്രതി കോവിഡ് കാലത്ത് നാട്ടിലെത്തി ക്വാറന്റീനിൽ കഴിഞ്ഞിരുന്നു. ഈ സമയത്തും മകളെ പീഡനത്തിനിരയാക്കിയതായി പരാതിയുണ്ട്. പെൺകുട്ടി ഗർഭിണിയാവുകയും ശാരീരിക അസ്വാസ്ഥ്യതകളെ തുടർന്ന് ചികിത്സ തേടുകയും ചെയ്തതോടെയാണ് പീഡന വിവരം പുറത്തറിയുന്നത്. ഡോക്ടർ വിവരമറിയിച്ചതിനെ തുടർന്ന് പോലീസ് കേസെടുക്കുകയായിരുന്നു. ഇതിനിടെ സമീപത്തുള്ള 15-കാരന്റെ പേര് മകളെക്കൊണ്ട് പിതാവ് പറയിച്ചു. എന്നാൽ പോലീസ് അന്വേഷണത്തിൽ പിതാവാണ് പ്രതിയെന്ന് കണ്ടെത്തി. റിമാൻഡിലായിരുന്ന ഇയാൾ പിന്നീട് ജാമ്യത്തിലിറങ്ങി വിദേശത്തേക്ക് പോയി. കഴിഞ്ഞ ജൂലൈയിൽ കേസ് വിധി പറയേണ്ടതായിരുന്നെങ്കിലും പ്രതി സ്ഥലത്ത് ഇല്ലാതിരുന്നതിനാൽ സാധിച്ചില്ല. കഴിഞ്ഞ ദിവസം നാട്ടിലെത്തിയ പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കുകയായിരുന്നു. പ്രതിക്ക് മരണം വരെ തടവ് ശിക്ഷയാണ് തളിപ്പറമ്പ് പോക്സോ അതിവേഗ കോടതി ജഡ്ജി ആർ രാജേഷ് വിധിച്ചത്. മറ്റൊരു വകുപ്പിൽ 47 വർഷം വരെ തടവും 15 ലക്ഷം രൂപ പിഴയും വിധിച്ചിട്ടുണ്ട്. പ്രതിക്ക് വധശിക്ഷ നൽകണമെന്നായിരുന്നു പ്രോസിക്യൂഷന്റെ ആവശ്യം. തളിപ്പറമ്പ് ഇൻസ്പെക്ടറായിരുന്ന സത്യനാഥാണ് കേസ് അന്വേഷിച്ചത്. പ്രോസിക്യൂഷനു വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ ഷെറിമോൾ ജോസ് ഹാജരായി. ന്യൂസ് 18 കണ്ണൂർ. ചില വഴിവിട്ട ബന്ധങ്ങൾ എത്രയോ കുടുംബങ്ങളെയാണ് ദുരിതത്തിലാക്കുന്നത്. ജീവിത പങ്കാളിയെയും മക്കളെയും ഉപേക്ഷിച്ച് പുതിയ ബന്ധങ്ങൾ തേടി പോകുന്നവരുടെ ജീവിതം തകർച്ചയിലാകും കലാശിക്കുക. വയനാട് വൈത്തിരിയിലെ റിസോർട്ടിന് സമീപം സ്ത്രീയും പുരുഷനും മരത്തിൽ തൂങ്ങി മരിച്ച സംഭവത്തെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. കോഴിക്കോട് കൊയിലാണ്ടി സ്വദേശി പ്രമോദ്, നാറാത്ത് സ്വദേശിനി ബിൻസി എന്നിവരുടെ മരണത്തിൽ പല സംശയങ്ങളുമുണ്ട്. ആത്മഹത്യാക്കുറിപ്പ് കണ്ടെത്തിയിട്ടില്ലെന്നും സംഭവത്തെക്കുറിച്ച് അന്വേഷണം നടക്കുകയാണെന്നും പോലീസ് അറിയിച്ചു. രാവിലെയാണ് ഇരുവരെയും വൈത്തിരിയിലെ റിസോർട്ടിന് സമീപത്തെ മരത്തിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കോഴിക്കോട് കൊയിലാണ്ടി സ്വദേശിയാണ് 53-കാരനായ പ്രമോദ്. ഉള്ളിയേരി നാറാത്ത് സ്വദേശിനിയാണ് 34-കാരിയായ ബിൻസി. റിസോർട്ടിന് പിന്നിലെ അത്തിമരത്തിലാണ് ഇവരെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടത്. രാവിലെ 9 മണിയോടെയാണ് സംഭവം റിസോർട്ട് ജീവനക്കാർ കാണുന്നത്. ഇവരറിയിച്ചതനുസരിച്ചാണ് പോലീസ് എത്തിയത്. റിസോർട്ടിന്റെ പിൻവശമായതിനാൽ ഇവിടേക്ക് ശ്രദ്ധയെത്തിയിരുന്നില്ലെന്നാണ് ജീവനക്കാർ പോലീസിന് നൽകിയ മൊഴി. ആത്മഹത്യാക്കുറിപ്പ് കണ്ടെത്തിയിട്ടില്ലെന്നും സംഭവത്തെക്കുറിച്ച് അന്വേഷണം നടക്കുകയാണെന്നും പോലീസ് അറിയിച്ചു. പ്രമോദ് ഉള്ളിയേരി നാറാത്ത് ഫർണിച്ചർ കട നടത്തുകയായിരുന്നു. ഇവിടെ വെച്ചാണ് ബിൻസിയുമായി പരിചയപ്പെട്ടതെന്നാണ് വിവരം. പ്രമോദിന് ഭാര്യയും 2 മക്കളുമുണ്ട്. ബിൻസിക്കും ഭർത്താവും 2 മക്കളുമുണ്ട്. ഇരുവരും ഇടയ്ക്കിടെ ഈ റിസോർട്ടിൽ എത്താറുണ്ടായിരുന്നെന്ന് പോലീസ് പറഞ്ഞു. പുതിയ കയർ വാങ്ങിയാണ് ഇവരെത്തിയതെന്നാണ് സൂചന. മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടത്തിനായി മാറ്റി. മറ്റു ദുരൂഹതകളില്ലെന്നും ആത്മഹത്യയാണെന്നുമാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. ന്യൂസ് 18 വയനാട്. ആൾതാമസമില്ലാത്ത വീട്ടിലെ ഫ്രിഡ്ജിൽ നിന്ന് അസ്ഥികൂടം കണ്ടെത്തിയ സംഭവത്തിൽ ദുരൂഹത ഒഴിയുന്നില്ല. തലയോട്ടിയും അസ്ഥികളും പഠനാവശ്യത്തിന് ഉപയോഗിച്ചതാണെന്നാണ് വീട്ടുടമയായ ഡോക്ടറുടെ മൊഴി. എന്നാൽ അസ്ഥികൂടവും തലയോട്ടിയും ഫ്രിഡ്ജിൽ ഉപേക്ഷിച്ചത് എന്തിനാണ്? എങ്ങനെ ഇത് ലഭിച്ചു? എത്ര വർഷത്തെ പഴക്കമുണ്ട്? ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തേണ്ടതുണ്ട്. ഫോറൻസിക് പരിശോധനാ ഫലത്തിനായി കാത്തിരിക്കുകയാണ് അന്വേഷണ സംഘം. വർഷമായി പൂട്ടിക്കിടക്കുന്ന വീട്ടിലെ ഫ്രിഡ്ജിനുള്ളിൽ കവറിനുള്ളിലാക്കിയ നിലയിലാണ് തലയോട്ടിയും അസ്ഥികളും കണ്ടെത്തിയത്. വീട്ടുടമയും കൊച്ചിയിലെ പ്രമുഖ സൈക്കാട്രിസ്റ്റുമായ ഡോക്ടർ ഫിലിപ്പ് ജോൺ പോലീസിന് നൽകിയ മൊഴി
അസ്ഥിക്കൂടം വൈദ്യപഠനത്തിനായി ഉപയോഗിച്ചു എന്നാണ്. എന്നാൽ അസ്ഥിക്കൂടം ഫ്രിഡ്ജിൽ ഉപേക്ഷിച്ചതെന്തിന്, എവിടെ നിന്ന് ലഭിച്ചു, പുരുഷന്റേതാണോ സ്ത്രീയുടേതാണോ, എത്ര വർഷം പഴക്കമുണ്ട്, ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം കണ്ടെത്തേണ്ടതുണ്ട്. അടഞ്ഞുകിടക്കുന്ന വീട്ടിൽ അസ്വാഭാവികമായി ഒന്നും കണ്ടിട്ടില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത്. ആളുകൾ ഇവിടെ വന്ന് ഇങ്ങനെ വെള്ളമടിക്കുന്നുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളല്ലാതെ മറ്റുള്ള ഒരു ദുരൂഹത നമ്മുടെ നാട്ടുകാരുടെ ആരുടെയും ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. ഇപ്പം ഇങ്ങനെ ഒരു വിഷയങ്ങൾ ആളുകൾ ഇവിടെ നിന്ന് ഇങ്ങനെ വെള്ളടി ഉൾപ്പെടെയുള്ള കാര്യങ്ങളായിട്ട് വന്ന് വേറെ സാമൂഹ്യ വിരുദ്ധമല്ല, മദ്യപാനം പുകവലിയുള്ള ഉൾപ്പെടെയുള്ള കാര്യങ്ങളായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരുന്ന കാരണമാണ് നാട്ടുകാരും അതുപോലെ പഞ്ചായത്തുകൾ ഉൾപ്പെടെയുള്ള ആളുകൾ കംപ്ലൈൻറ്റ് കൊടുക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ വന്നത് പരിശോധന നടത്തുന്നത്. പരിശോധനയുടെ അടിസ്ഥാനത്തിൽ വന്നപ്പോഴാണ് ഇങ്ങനൊരു ദുരൂഹത അറിയുന്നത്. നട്ടെല്ലടക്കമുള്ള അസ്ഥികൾ നൂലിൽ കോർത്തിട്ട നിലയിലായിരുന്നു. ഫോറൻസിക് പരിശോധനാ ഫലം ലഭിച്ച ശേഷം തുടർ നടപടികളുമായി മുന്നോട്ടു പോകാനാണ് ചോറ്റാനിക്കര പോലീസിന്റെ തീരുമാനം. കൊച്ചി. രാഷ്ട്രീയ നേതാക്കളുടെ മക്കൾ ലഹരി കേസിലോ മറ്റേതെങ്കിലും ക്രിമിനൽ കേസിലോ ഉൾപ്പെട്ടാൽ അതൊക്കെ അട്ടിമറിക്കാൻ പല ശ്രമങ്ങളും ഉണ്ടാകും. എന്നാൽ മുഖം നോക്കാതെ നടപടിയെടുക്കുന്ന പോലീസുകാരെയും എക്സൈസ് ഉദ്യോഗസ്ഥരെയും നമ്മൾ കണ്ടിട്ടുണ്ട്. യു പ്രതിഭ MLAയുടെ മകനെതിരായ കഞ്ചാവ് കേസിൽ എന്താണ് സംഭവിക്കുന്നത്? കഞ്ചാവ് ഉപയോഗിച്ചതിന് MLAയുടെ മകനെതിരെ എക്സൈസ് കേസെടുത്തതിന് പിന്നാലെ ലഹരി ഉപയോഗത്തെ ന്യായീകരിച്ച് മന്ത്രിമാർ വരെയും കളത്തിലിറങ്ങിയതാണ്. ഒടുവിൽ തൻ്റെ മകനെതിരെ കഞ്ചാവ് ഉപയോഗത്തിന് കേസെടുത്തു വന്ന വാർത്ത വ്യാജമെന്ന വാദവുമായി യു പ്രതിഭ രംഗത്തെത്തിയിരിക്കുന്നു. നിയമ നടപടിയുമായി മുന്നോട്ടു പോകുമെന്നാണ് MLAയുടെ നിലപാട്. CPM ജില്ലാ സെക്രട്ടറി അംഗം KH ബാബുജാൻ, കായംകുളം ഏരിയ സെക്രട്ടറി അബിൻ ഷാ എന്നിവരുടെ സാന്നിധ്യത്തിൽ നടത്തിയ ഏരിയ കമ്മിറ്റിയുടെ വാർത്താ സമ്മേളനത്തിലാണ് മകനെതിരായി എക്സൈസ് എടുത്ത നടപടിയെ MLA വീണ്ടും വിമർശിച്ചത്. മാധ്യമങ്ങളുടെ അമിതമായ സമ്മർദ്ദമാണ് നിയമ നടപടിയിലേക്ക് പോകാൻ എക്സൈസിനെ നിർബന്ധമാക്കിയതെന്ന് പ്രതിഭ ആരോപിക്കുന്നു. ഇക്കാര്യം ഉദ്യോഗസ്ഥർ തന്നോട് പങ്കുവച്ചതായും MLA പറഞ്ഞു. FIR രജിസ്റ്റർ ചെയ്തത് പോലും രാത്രി 12 മണിക്ക് ശേഷമാണ്. ഉച്ചയ്ക്ക് 1:30 ഒക്കറൻസ് എന്ന് അവർ പറയുന്നത്. നിങ്ങൾക്കറിയാം, ഇങ്ങനെയുള്ള കേസുകൾ സ്പോട്ടാണ് എല്ലാം ചെയ്യുന്നത്. രാവിലെ 12 മണിയോടുകൂടിയാണ് ഈ FIR എന്ന് പറഞ്ഞ് ഡൗൺലോഡ് ചെയ്തെടുക്കുന്ന സാധനം വരുന്നത്. അപ്പൊ തുടർച്ചയായിട്ടുള്ള സമ്മർദ്ദം എന്നുള്ള സമ്മർദ്ദ സ്ഥലത്തേക്ക് റിസിപ്റ്റ് മാറ്റി വെച്ചെന്നും പറഞ്ഞു. അവരെ ഉപയോഗിക്കുമ്പോൾ ഞാൻ പറയുന്നതല്ല, തുടർച്ചയായി വെച്ച ചാനൽസുണ്ട്. തുടർച്ചയായി കഴിഞ്ഞ 28-നാണ് തകഴിപ്പാലത്തിന് സമീപത്ത് നിന്ന യു പ്രതിഭയുടെ മകൻ കനിവ് ഉൾപ്പെടെയുള്ള സംഘത്തെ ലഹരി ഉപയോഗിച്ചതിന്റെ പേരിൽ കുട്ടനാട് എക്സൈസ് പിടികൂടുന്നത്. സംഘത്തിലുണ്ടായിരുന്ന അഭിഷേക് എന്ന യുവാവിന്റെ പക്കൽ നിന്ന് 3 ഗ്രാം കഞ്ചാവ് ലഭ്യമാവുകയും ചെയ്തിരുന്നു. പിന്നീട് FIR ഉൾപ്പെടെ പുറത്തു വന്നപ്പോൾ MLAയുടെ മകൻ 9ാം പ്രതിയായിരുന്നു. വാർത്ത റിപ്പോർട്ട് ചെയ്ത മാധ്യമങ്ങൾക്കെതിരെ നവമാധ്യമങ്ങളിലൂടെ രൂക്ഷ വിമർശനം ഉയർത്തിയതിന് പിന്നാലെയാണ് ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള യു പ്രതിഭയുടെ വാർത്താ സമ്മേളനം. ന്യൂസ് 18 ആലപ്പുഴ. കാസർഗോഡ് പൂച്ചക്കാട്ടെ പ്രവാസി വ്യവസായി അബ്ദുൽ ഗഫൂർ ഹാജിയുടെ കൊലപാതക കേസിൽ ഇനിയും പുറത്തുവരാൻ കുറേ കഥകളുണ്ട്. കൊലപാതകവും തട്ടിപ്പുമൊക്കെ തെളിഞ്ഞെങ്കിലും തട്ടിയെടുത്ത ബാക്കി സ്വർണം എവിടെ? ഇവരുടെ തട്ടിപ്പിന് കൂടുതൽ പേർ ഇരകളായിട്ടുണ്ടോ? ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം കണ്ടെത്താൻ പ്രതികളെ കൂടുതൽ ചോദ്യം ചെയ്യേണ്ടതുണ്ട്. ഇതിനായി പ്രതികളെ കസ്റ്റഡിയിൽ വേണമെന്ന പോലീസിൻ്റെ ആവശ്യം ജില്ലാ കോടതി അംഗീകരിച്ചിരിക്കുന്നു. മന്ത്രവാദിനി ജിന്നുമ്മ എന്ന ഷമീന ഉൾപ്പെടെ 4 പ്രതികളെയും 7 ദിവസത്തേക്കാണ് പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നത്. പ്രവാസി വ്യവസായി പള്ളിക്കര പൂച്ചക്കാട്ടെ അബ്ദുൽ ഗഫൂർ ഹാജിയെ കൊലപ്പെടുത്തുകയും വീട്ടിൽ നിന്ന് 596 പവൻ സ്വർണ്ണാഭരണങ്ങൾ കാണാതാവുകയും ചെയ്ത കേസിലാണ് റിമാൻഡിൽ കഴിയുന്ന പ്രതികളെ പോലീസ് കസ്റ്റഡിയിൽ വിടണമെന്ന ജില്ലാ സെഷൻസ് കോടതി ഉത്തരവ്. ബാര മീത്തേൽ മാങ്ങാട് ബൈത്തുൽ ഫാത്തിമയിലെ TM ഉബൈസ് എന്ന ഉവൈസ്, ഭാര്യ ജിന്നുമ്മ എന്ന ഷമീന,
പള്ളിക്കര മുക്കൂട് ജിലാനി നഗറിലെ താമസക്കാരി പൂച്ചക്കാട് വലിയ പള്ളിക്ക് സമീപത്തെ PM അസ്നിഫ, മധൂർ കൊല്ലിയിലെ ആയിഷ എന്നിവരാണ് കേസിലെ പ്രതികൾ. ഡിസംബർ 5 ഇവരെ പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത്. പ്രതികളെ ഹോസ്ദുർ കോടതി നേരത്തെ 4 ദിവസത്തെ കസ്റ്റഡിയിൽ വിട്ടിരുന്നു. ഡിസംബർ 11 തിരികെ കോടതിയിൽ ഹാജരാക്കുകയും വീണ്ടും കസ്റ്റഡിയിൽ വിടണമെന്നാവശ്യപ്പെട്ട് പോലീസ് അപേക്ഷ നൽകുകയും ചെയ്തു. എന്നാൽ ഹോസ്ദുർ കോടതി ഈ ആവശ്യം തള്ളി. ഇതേ തുടർന്നാണ് കസ്റ്റഡിയിൽ വിട്ടുകിട്ടണമെന്നാവശ്യപ്പെട്ട് പ്രത്യേക അന്വേഷണ സംഘം ജില്ലാ കോടതിയെ സമീപിച്ചത്. ഏപ്രിൽ 13 രാത്രിയിലാണ് അബ്ദുൽ ഗഫൂർ ഹാജിയെ വീടിനകത്ത് കൊല്ലപ്പെട്ട നിലയിൽ കാണപ്പെട്ടത്. മന്ത്രവാദത്തിലൂടെ സ്വർണം ഇരട്ടിപ്പിക്കാമെന്ന് പറഞ്ഞ് ഹാജിയെ പ്രതികൾ തട്ടിപ്പിനിരയാക്കുകയായിരുന്നു. ഈ സ്വർണം തിരികെ ആവശ്യപ്പെട്ടപ്പോഴാണ് കൊലപാതകം നടത്തിയത്. കാണാതായ സ്വർണത്തിൽ നിന്ന് 101 പവൻ മാത്രമാണ് കണ്ടെടുക്കാനായത്. ബാക്കി സ്വർണം കൂടി കണ്ടെടുക്കുന്നതിനായാണ് പ്രതികളെ വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങാൻ അന്വേഷണ സംഘം തീരുമാനിച്ചത്. ന്യൂസ് 18 കാസർഗോഡ്. ഫിനാൻസ് ഉടമയെയും ജീവനക്കാരിയെയും ഭീഷണിപ്പെടുത്തി സ്വർണം കവർന്നൊരു കേസാണ് പോലീസ് പെട്രോളിംഗ് പരിശോധിക്കുന്നത്. തിരുവനന്തപുരം പേയാട് പ്രവർത്തിക്കുന്ന കാർത്തിക ഫിനാൻസിന്റെ ഉടമ സുനിൽകുമാറിനെയാണ് സ്ഥാപനത്തിൽ കയറി അസഭ്യം പറയുകയും ഭീഷണി മുഴക്കുകയും ചെയ്തത്. പ്രദേശത്തെ വ്യാപാരി വ്യവസായി ഏകോപന സമിതി നേതാവിനെതിരെയാണ് ആരോപണം. പിടിവലിക്കിടെ സ്വർണം നഷ്ടപ്പെട്ടെന്ന് പരാതിയിൽ പറയുന്നു. എന്നാൽ വിളപ്പിൽശാല പോലീസ് കേസെടുക്കുന്നില്ലെന്നും പരാതിക്കാരൻ്റെ ആരോപണമുണ്ട്. തിരുവനന്തപുരം പേയാട് പ്രവർത്തിക്കുന്ന കാർത്തിക ഫിനാൻസിന് മുന്നിലാണ് ഉടമ സുനിൽകുമാർ സ്ഥിരമായി കാർ പാർക്ക് ചെയ്തിരുന്നത്. ഈ ഭാഗത്ത് പ്രദേശവാസിയായ മറ്റൊരാൾ ലോട്ടറി തട്ട് വെച്ചുവെന്നും ഫിനാൻസിലേക്കുള്ള വഴി തടസ്സപ്പെടുത്തിയാണ് ലോട്ടറി കച്ചവടം നടത്തിയിരുന്നതെന്നും സുനിൽകുമാർ പറയുന്നു. തട്ടുമാറ്റാൻ പറഞ്ഞതോടെ പ്രദേശത്തെ വ്യാപാരി വ്യവസായി ഏകോപന സമിതി നേതാവ് വിഷയത്തിൽ ഇടപെട്ടു. സ്ഥാപനത്തിൽ കയറി തന്നെയും ജീവനക്കാരെയും അസഭ്യം പറഞ്ഞുവെന്ന് സുനിൽകുമാർ പോലീസിന് നൽകിയ പരാതിയിൽ പറയുന്നു. പുള്ളി ഇങ്ങനെ വന്ന് പുള്ളിയെ വിളിച്ച് സംസാരിച്ച് ഞാൻ പറഞ്ഞു നിങ്ങൾ ഇനി ഇടപെടണ്ട, ഞാനതിൻ്റെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ന് പറഞ്ഞിട്ട് പിറ്റേന്ന് ഞാൻ ആ സംഘടനയിൽ നിന്ന് എക്സിറ്റ് ചെയ്ത ദേഷ്യത്തിൽ വളരെ മോശമായിട്ട് ഇവരുടെ ഗ്രൂപ്പിൽ എൻ്റെ ഇതെല്ലാം എൻ്റെ ഉണ്ട് വളരെ മോശമായിട്ട് ഒരു കമൻ്റ് ഇട്ടു. ആ കമൻ്റ് അങ്ങനെ ഇട്ടപ്പോൾ ഞാനത് എനിക്ക് കിട്ടി വേറെ ആൾ അയച്ചു തന്നു. അപ്പോൾ അത് വെച്ച് ഞാൻ വിളിച്ച് അതിനെക്കുറിച്ച് ചോദിക്കാനാണ് വിളിച്ച് സംസാരിച്ചപ്പോൾ പുള്ളി വളരെ മോശമായിട്ട് സംസാരിച്ചു. അപ്പോൾ ഞാനും തിരിച്ച് സ്വാഭാവികമായിട്ടുള്ള രീതിക്ക് പ്രതികരിച്ചു. ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഒരു 10-25 പേര് വന്നു. ഒരു 10-12 പേരോളം ചവിട്ടി തുറന്നകത്ത് കയറി, ഈ ഡോറെല്ലാം ചവിട്ടി തുറന്നകത്ത് കയറി എൻ്റെ ഷർട്ടിന് കുത്തിപ്പിടിച്ചു. എന്നെ അവിടെ ഇവിടെയൊക്കെ കൊണ്ടുവന്ന് ഇടിച്ചു. ഷർട്ടിന് കുത്തിപ്പിടിച്ചിട്ട് ഇവിടെ വന്ന് കഥക് തള്ളി തുറന്ന് സാറിൻ്റെ കോളറിൽ കയറി പിടിച്ച് സാറിനെ അടിക്കുകയൊക്കെ ചെയ്തായിരുന്നു. അപ്പോഴാണ് പ്രശ്നം എന്തെന്ന് പിന്നെയാണ് ഞാൻ അറിഞ്ഞത്. അപ്പോൾ ഞാൻ ഇവിടുത്തെ സ്റ്റാഫാണെങ്കിൽ സ്റ്റാഫ് എന്നുള്ള രീതിയിലല്ലാതെയാണ് വേറെ എന്തോ ബന്ധമുള്ള രീതിയിലാണ് ഇവിടെ വന്ന ആൾക്കാർ ഇത്രയും എന്നോട് സംസാരിച്ചത്. മോശമായിട്ട്, വളരെ മോശമായിട്ട്. സ്ഥാപനത്തിലുണ്ടായിരുന്ന സ്വർണ്ണാഭരണങ്ങൾ പിടിവലിക്കിടെ കവർന്നുവെന്നും ഉടമ ആരോപിക്കുന്നു. ഇത് സംബന്ധിച്ച പരാതി നൽകിയെങ്കിലും പോലീസ് പരിശോധിച്ചില്ലെന്ന് ആക്ഷേപമുണ്ട്. എന്നെ മൊഴിയെടുത്ത് ഒരു പകുതിയൊക്കെ ആയപ്പോഴത്തേക്കും പുള്ളി അവിടെ വന്ന് നിൽക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ഈ അലമാരയൊക്കെ ഉണ്ട്, ഇങ്ങനെ സ്റ്റേഷനിലെ ഫയലൊക്കെ സൂക്ഷിക്കുന്നത് ഉള്ളത്. അതെ, അപ്പോൾ ആ അലമാരയിലൊക്കെ വന്നിട്ട് പുള്ളി കൈമുറുക്കി ഇടിച്ച് ഭയങ്കര ഒരു ഇതൊക്കെ ഉണ്ടാക്കിയിട്ടാണ് പുള്ളി അവിടെ സംസാരിക്കുന്നത്. എന്നിട്ട് നീ അങ്ങനെ ഉണ്ടാക്കണ്ട, നീ ആ പറയണ മൊഴി പറയണ്ട, അപ്പോൾ നീ അങ്ങനെ കേസെടുപ്പിക്കണ്ട, നീ ഇവിടുന്ന് കേസ് ഉണ്ടാക്കണ്ട, നീ വേറെ മേളിലെവിടെയെങ്കിലും പോയിട്ട് കേസ് ഉണ്ടാക്കിയാൽ മതി, അല്ലെങ്കിൽ നീ CMB മാറ്റമുണ്ടോ എന്നിട്ടുണ്ടാക്കിയാൽ മതി. അപ്പോൾ ഞാൻ ശരി ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാനിങ്ങനെ ഇറങ്ങിപ്പോന്നു. അപ്പോൾ പുള്ളിക്കാരിയെ മൊഴിയെടുക്കാൻ സമ്മതിച്ചില്ല, ഇറങ്ങിപ്പോകാൻ പറഞ്ഞു. ന്യൂസ് 18 തിരുവനന്തപുരം. കുറ്റകൃത്യങ്ങളുടെ മറ്റു ചില വാർത്തകൾ ചുരുക്കത്തിൽ. തൃശൂർ തിരുമുക്കുളത്ത് ക്രിസ്മസ് ട്രീക്ക് ലൈറ്റില്ലെന്നാരോപിച്ച് പള്ളിവികാരിക്ക് നേരെ കയ്യേറ്റം. ഫാദർ ആന്റണി പോൾ പറമ്പത്തിനെതിരെയാണ് അതിക്രമം. കയ്യേറ്റം തടയാൻ ശ്രമിച്ച വ്യാപാരിയെയും കുടുംബത്തെയും ആക്രമിച്ചതായും
കട തല്ലിത്തകർത്തുവെന്നും പരാതി. മലപ്പുറം കാടാമ്പുഴ മരവട്ടം ഗ്രേസ് വാലി കോളേജിൽ സപ്ലിമെന്ററി പരീക്ഷ എഴുതാനെത്തിയ വിദ്യാർത്ഥിയുടെ കുത്തേറ്റ് 4 വിദ്യാർത്ഥികൾക്ക് പരിക്ക്. അക്രമം നടത്തിയ വിദ്യാർത്ഥിയെ പോലീസ് ചോദ്യം ചെയ്തു വരികയാണ്. മുൻവൈരാഗ്യമാണ് കാരണമെന്ന് പോലീസ്. ഉമാ തോമസ് MLAയ്ക്ക് പരിക്കേറ്റ കേസിൽ വിവാദ നൃത്തപരിപാടിയുടെ മുഖ്യ സംഘാടകരിൽ ഒരാളായ ജനീഷ് PS പിടിയിൽ. ഓസ്കാർ ഇവന്റ്സ് ഉടമ ജനീഷിനെ പിടികൂടിയത് തൃശൂരിൽ നിന്ന്. ലഹരിയുമായി യുവതിയും കാമുകനും പിടിയിലാകുന്ന വാർത്തകൾ പതിവായി നമ്മൾ കേൾക്കാറുണ്ടല്ലേ? ആ യുവതികൾ എങ്ങനെയാകും ലഹരി സംഘത്തിൽപ്പെട്ടതെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അതിന് പിന്നിൽ പ്രണയബന്ധങ്ങളിലെ ചതിക്കുഴികളുടെ കഥകൾ പറയാനുണ്ടാകും. കൊച്ചിയിൽ MDMAയുമായി 2 പേർ പിടിയിലായ കേസിന് പിന്നിലും പ്രണയച്ചതിയുണ്ട്. ഇൻസ്റ്റഗ്രാമിലൂടെ പരിചയപ്പെട്ട കൊല്ലം സ്വദേശിനി ആഞ്ചലയെ സ്നേഹം നടിച്ചാണ് ആലുവ സ്വദേശി ആസിഫ് അലി ലഹരി സംഘത്തിലെത്തിച്ചത്. ഇടപ്പള്ളിയിൽ ലിവിംഗ് ടുഗദർ ജീവിതം നയിക്കുന്നതിന് പണം കണ്ടെത്താനായിരുന്നു ലഹരി കച്ചവടം. സ്വന്തം മാതാപിതാക്കളെ പോലും വേദനിപ്പിച്ച് വീട്ടിൽ നിന്നും കാമുകനൊപ്പം ഇറങ്ങിപ്പോകുന്ന പെൺകുട്ടികൾ ഇതുപോലുള്ള കെണികളെക്കുറിച്ച് കൂടി തിരിച്ചറിയണം. ജീവിത പങ്കാളികളെ തിരഞ്ഞെടുക്കുമ്പോൾ ജാഗ്രത കാട്ടിയാൽ ദുഃഖിക്കേണ്ടി വരില്ല. ഇതോടെ ഇന്നത്തെ പോലീസ് റോൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.